Chapter 2 Nutrition in Animals. You have learned in Chapter 1 that plants can prepare their own food by the process of photosynthesis, but animals cannot. Chapter 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, പ്ലാന്റ്സിന് സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. പക്ഷേ അനിമൽസിന് പറ്റില്ല. Animals get their food from plants either directly by eating plants or indirectly by eating animals that eat plants. അപ്പം ആനിമൽസിന് എങ്ങനെയാണ് ഫുഡ് കിട്ടുന്നത്? ആനിമൽസിന് ഫുഡ് ഒന്നുകിൽ ആനിമൽസ് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, അതായത് ഡയറക്റ്റായിട്ട് പ്ലാന്റ്സിനെ കഴിക്കുകയും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി എന്ത് ചെയ്യും, പ്ലാന്റ്സ് കഴിക്കുന്ന ആനിമൽസിനെ കഴിക്കുകയും ചെയ്യും. സം ആനിമൽസ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ചില ആനിമൽസ് പ്ലാന്റ്സിനെ ആനിമൽസിനെ എന്ത് ചെയ്യും, കഴിക്കും. Recall that all organisms, including humans, require food for growth, repair and functioning of the body. അപ്പോൾ ഫുഡ് എന്തിനാണ് ആവശ്യം? ഹ്യൂമൻസിനായാലും മറ്റ് അനിമൽസിനായാലും എന്തിനാണ് ഫുഡ് ആവശ്യം എന്ന് വെച്ചാൽ അവയുടെ ഗ്രോത്തിനും റിപ്പയറിങ്ങിനും പിന്നെ എന്താണ് ഫങ്ഷനിങ് ഓഫ് ദ ബോഡി, ബോഡിയിലെ ഫങ്ഷൻസ് നടക്കാനും വേണ്ടിയിട്ടാണ് ഫുഡ് ആവശ്യം. Animal nutrition includes nutrient requirement, mode of intake of food and its utilization of the body. അനിമൽ ന്യൂട്രീഷനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്, അവയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്, മോഡ് ഓഫ് ഇൻടേക്ക് ഓഫ് ഫുഡ് എങ്ങനെ ഏതൊക്കെ രീതിയിലൂടെയാണ് ഫുഡ് എടുക്കുന്നത്, ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ഓഫ് ദ ബോഡി, അതെങ്ങനെയാണ് ബോഡിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ കമ്പോണൻസ് ഓഫ് ഫുഡ് സച്ച് as carbohydrates are complex substances. These complex substances cannot be utilized such as. ഇപ്പോൾ നമ്മുടെ ഫുഡിൽ ഒരു കമ്പോണൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ബോഡിക്ക് ഡയറക്റ്റ്ലി ആയിട്ട്, അതായത് കോംപ്ലക്സ് ആയതുകൊണ്ട് നമുക്ക് ബോഡിക്ക് കറക്റ്റ് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ദേ ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ്. അതുകൊണ്ട് ഇവയെ എന്തായിരിക്കും, സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് കമ്പോണൻസ് ഓഫ് food into simpler substance is called digestion. എന്താണ്, the breakdown of complex components of food into simple substances are called digestion. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്താണ്, കോംപ്ലക്സ് സബ്സ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അവയെ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി ബ്രേക്ക് ഡൗൺ ചെയ്യും, സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഈ പ്രോസസ്സിനാണ് ഡൈജഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് വേസ് ഓഫ് ടേക്കിംഗ് ഫുഡ് നമ്മൾ ഇപ്പം അനിമൽസ് ആയാലും ഹ്യൂമൻസ് ആയാലും ഫുഡ് കഴിക്കുന്നത് പല രീതിയിലാണ്. ദ മോഡ് ഓഫ് ടേക്കിംഗ് ഫുഡ് ഇൻ ടു ദ ബോഡി വേരീസ് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസം. അപ്പോൾ എന്താണ്, മോഡ് ഓഫ് ഫുഡ് കഴിക്കുന്ന രീതി ഓരോ ഓർഗാനിസത്തിലും എന്താണ് ഡിഫറെൻ്റ് ആണ്. ബീസ് ആൻഡ് ഹമ്മിങ് ബേർഡ്സ് സക്ക് ദ നെക്ടർ ഓഫ് പ്ലാന്റ്സ്. അപ്പം തേനീച്ചയും ഹമ്മിങ് ബേർഡ്സും ഒക്കെ എങ്ങനെയാണ്, തേന് സക്ക് ചെയ്താണ് എടുക്കുന്നത്. നെക്സ്റ്റ്, ഇൻഫാൻസ് ഓഫ് ഹ്യൂമൻ ആൻഡ് മെനി അതർ ആനിമൽസ് ഫീഡ് ഓൺ മദേഴ്സ് മിൽക്ക്. മനുഷ്യൻ്റെ കുഞ്ഞായാലും മറ്റ് മൃഗങ്ങളായാലും എങ്ങനെയാണ്, അമ്മയുടെ പാലാണ്, അതായത് ബ്രസ്റ്റ് ഫീഡാണ് ചെയ്യുന്നത്. സ്നേക്സ് ലൈക്ക് പൈതൺ സാലോ ദ അനിമൽസ് ദേ പ്രേ അപ്പോൺ. പൈതൺ പോലെയുള്ള അനിമൽസ്, സ്നേക്സ് ആണെങ്കിൽ എങ്ങനെയാണ്, അവയ്ക്ക് കിട്ടുന്ന ഇരയെ വിഴുങ്ങുകയാണ് ചെയ്യാറ്. Some aquatic animals filter tiny food particles floating nearby and feed upon them. ചില എന്താണ് അക്വാട്ടിക് ആനിമൽസ്, ചെറിയ അക്വാട്ടിക് ആനിമൽസ് ആണെങ്കിൽ അവരുടെ സറൗണ്ടിങ്സ് തന്നെയുള്ള ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അവയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനാണ് അവ എന്ത് ചെയ്യുന്നത്, ഫീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡൈജഷൻ ഇൻ ഹ്യൂമൻസ്. മനുഷ്യനിൽ എങ്ങനെയാണ് ദഹനം നടക്കുന്നത്? വി ടേക്ക് ഇൻ ഫുഡ് ത്രൂ ദ മൗത്ത്, ഡൈജസ്റ്റ് ആൻഡ് യൂട്ടിലൈസ് ഇറ്റ്. The unused parts of the food are defaciated. Have you ever wondered what happened to the food inside the body? അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് മൗത്തിലൂടെ നമ്മൾ കഴിച്ച് എന്ത് ചെയ്യും, ഡൈജസ്റ്റ് ചെയ്ത് അത് ബോഡി പാർട്സിലേക്ക് എന്ത് ചെയ്യും, യൂട്ടിലൈസ് ആയിട്ട് പോകും. ദെൻ അതിൽ വേസ്റ്റ് പാർട്സ്, ഡൈജസ്റ്റ് ആവാത്ത ഫുഡ് പാർട്സ് എന്ത് ചെയ്യും, ഡീഫേഷ്യ, അതായത് എന്താണ് വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിന് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാൻ ഒരു ആഗ്രഹമില്ലേ? The food passes through a continuous canal which begins at the buccal cavity and ends at the anus. അപ്പോൾ ഈ ഫുഡ് പോകുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു കനാലിലൂടെയാണ് പോകുന്നത്. അത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? begins at the buccal cavity and ends in the anus. The canal can be divided into various compartments. ഈ കനാലിനെ വേരിയസ് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം.
The buccal cavity, food pipe or esophagus, stomach and small intestine, large intestine ending in the rectum and the anus. Is it not a very long path? These parts together form the alimentary canal or digestive tract. അപ്പോൾ നമ്മുടെ അലിമെൻ്ററി കനാൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ ബക്കൽ ക്യാവിറ്റി, ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ എൻഡിങ് ഇൻ ദ റെക്റ്റം. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ എൻഡിങ് റെക്റ്റമാണ്. ദെൻ ഏനസ്. അപ്പോൾ ഇതൊരു വലിയ ലോങ് പാത്താണ്. ഇതിനെയാണ് എലിമെൻ്ററി കനാൽ അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് എന്ന് പറയുന്നത്. The food components gradually get digested as food travels through the various compartments. The inner wall of the stomach and the intestine and the various glands associated with the canal such as salivary glands, the liver and the pancreas secretes digestive juices. അപ്പോൾ എന്താണ് ഈ നമ്മൾ കഴിക്കുന്ന ഈ ഫുഡ് കമ്പോണൻസ് ഈ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ അലിമെൻ്ററി കനാൽ വഴിയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള പാർട്സിലൊക്കെ എത്തുന്നത്. അപ്പോൾ ഇന്നർ വാൾ ഓഫ് ദ സ്റ്റൊമക്കിൻ്റെ ഇന്നർ വാളിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും എന്താണ് വേരിയസ് ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്ലാൻസ് എന്താണ് സലൈവറി ഗ്ലാൻസും ലിവറും ആൻഡ് ദ പാൻക്രിയാസ് സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. അപ്പോൾ സലൈവറി ഗ്ലാൻഡും ലിവറും നമ്മുടെ പാൻക്രിയാസും ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ത് ചെയ്യും സെക്രീറ്റ് ചെയ്യും. ഇത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. ദ ഡൈജസ്റ്റീവ് ജ്യൂസസ് കൺവേർട്ട് സബ്സ്റ്റൻസ് ഓഫ് ഫുഡ് ഇൻ ടു സിംപ്ലർ വൺസ്. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് ജ്യൂസാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ സിമ്പിൾ വണ്ണായിട്ട് കോംപ്ലക്സ് സബ്സ്റ്റൻസിനെ സിമ്പിൾ വണ്ണായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ആൻഡ് ദ അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഗ്ലാൻഡ്സ് നമ്മുടെ സലൈവറി ഗ്ലാൻഡ്, ലിവർ, പാൻക്രിയാസ് ഇവരെയൊക്കെ ഒന്നിച്ച് വിളിക്കുന്നതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. നൗ ലെറ്റ് us know what happened the food in different parts of the digestive tract. ഫുഡ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലെത്തുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്ന് കാണാം. ഇതാണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സലൈവറി ഗ്ലാൻഡ്, ഈസോഫാഗസ്, സ്റ്റൊമക്, നെക്സ്റ്റ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്റ്റം, ഏനസ്. ഇതാണ് നമ്മുടെ എലിമെൻ്ററി കനാൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മുടെ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സലൈവറി ഗ്ലാൻഡ്, ലിവർ, പാൻക്രിയാസ് ഇവരാണ് എന്ത് ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ മൗത്ത് ആൻഡ് ബക്കൽ ക്യാവിറ്റി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം എവിടെയാണ് എത്തുന്നത്? മൗത്ത് ആൻഡ് ബക്കൽ ക്യാവിറ്റി. മൗത്തിലാണ് എത്തുന്നത്. മൗത്തിലൂടെയാണ് നമ്മൾ ബാക്കി പ്രോസസ്സ് മൗത്തിലൂടെയാണ് നമ്മുടെ ഫുഡിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈജഷൻ്റെ. ഫുഡ് ഈസ് ടേക്കൺ ഇൻ ടു ദ ബോഡി ത്രൂ ദ മൗത്ത്. ഫുഡ് എവിടെ കൂടെയാണ് എടുക്കുന്നത്? ബോഡിയിൽ, മൗത്തിലൂടെ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം എവിടെയാണ് എത്തുന്നത്? ആദ്യം എവിടെ ബോഡിയിൽ എത്തുന്നത് എവിടെ നിന്നാണ്? ആദ്യം മൗത്തിൽ നിന്നാണ്. ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ഇൻ ടു ദ ബോഡി ഈസ് കോൾഡ് ഇൻജെഷൻ. എന്താണ് നമ്മുടെ ഫുഡ് ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇൻജെഷൻ എന്ന് പറയുന്നത്. We chew the food with the teeth and break it down mechanically into small pieces. Each tooth is rooted in a separated socket in the gums. Our teeth vary in appearance and perform different functions according they are given in different names. അപ്പോൾ നമ്മൾ എന്താണ് പല്ല് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ആ കഴിക്കുന്ന ഫുഡിനെ ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. കഴിക്കുന്ന ഫുഡ് നമ്മൾ പല്ല് വെച്ച് എന്ത് ചെയ്യും? ചവച്ചരയ്ക്കും. അപ്പം ഇത് മെക്കാനിക്കലി സ്മോൾ പീസസ് ആയിട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ ഈ ടൂത്ത് എവിടെയാണ് ഇരിക്കുന്നത്? ടൂത്ത് ഓരോ സോക്കറ്റിൽ സെപ്പറേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അത് എന്താണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? ഗംസ് ആണ് ഈ ടൂത്തിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടീത്ത് ഓരോ പൊസിഷനിലും എന്താണ് അതായത് ഡിഫറെൻറ്റ് അപ്പിയറൻസിലാണ് കാണുന്നതും ഓരോ ഡിഫറെൻറ്റ് ഫങ്ഷൻസും ഓരോ ടീത്തും ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഫിഗർ 2.3 കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിമുണ്ട്. ആദ്യത്തെ 2 അറ്റത്തുള്ളതിന് മോളാർ എന്നും, നെക്സ്റ്റ് വൺ പ്രീ മോളാർ, നെക്സ്റ്റ് കാനൈൻ, ഇൻസിസർ. എന്നാണ് നമ്മുടെ മൗത്തിലുള്ള 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മോളാർ, പ്രീ മോളാർ, കാനൈൻ, ഇൻസിസർ. ഓക്കെ, അറേഞ്ച്മെൻറ്റ് ഓഫ് ടീത്ത് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. Next is milk teeth and permanent teeth. Do you remember about falling your teeth some years ago? The first set of teeth grows during infancy and they fall.
during infancy and they fall off the age between 6 to 8 years. These are termed as milk teeth. The second set that replaces them are permanent teeth. The permanent teeth may last throughout the life or fall off during the old age due to some dental diseases. അപ്പോൾ നിങ്ങളുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പല്ല് കൊഴിഞ്ഞു പോയതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റ് ടീത്ത് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിലെയാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ടീത്ത് വരുന്നത്, ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് അതൊരു 6 to 8 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും അത് കൊഴിഞ്ഞു പോകും. അപ്പോൾ എന്താണ് 1 വയസ്സ് തൊട്ട് 6 to 8 വരെ വരുന്ന ടീത്തിനെ നമ്മൾ മിൽക്ക് ടീത്ത് എന്ന് പറയും. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഈ മിൽക്ക് ടീത്ത് കൊഴിഞ്ഞു പോയതിന് ശേഷം സെക്കൻഡ് സെറ്റ് എന്ത് ചെയ്യും, അവിടെ പുതിയത് നമുക്ക് പൊടിച്ചു വരും. അതിനെയാണ് പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുന്നത്. ഈ പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ഫുള്ള് ഇതെന്ത് ചെയ്യുന്നത് ഈ ടീത്താണ് ഉള്ളത്. ഇത് കൊഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് പുതിയത് മുളച്ചു വരത്തില്ല. പിന്നെ ഇത് കൊഴിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഡ്യൂറിങ് ദ ഓൾഡ് ഏജ്, വയസ്സാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെൻ്റൽ ഡിസീസ് വരുമ്പോഴോ ഇതെന്ത് ചെയ്യും, കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക്